പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പൊ നമ്മള് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ചാപ്റ്റർ. അപ്പൊ ചാപ്റ്ററിന്റെ പേര് ഇങ്ങനെയാണ്, കീപ്പിംഗ് ഡിസീസസ് എവേ. കീപ്പിംഗ് ഡിസീസസ് എവേ എന്താണ് എന്റെ മലയാളം? രോഗങ്ങളെ നമുക്ക് അകറ്റി നിർത്താം. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയൊരു ആവശ്യമാണല്ലേ നമുക്കൊക്കെ രോഗം വരാതിരിക്കുക. അപ്പൊ ഒരാളുടെ ഹെൽത്തി ബോഡി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ശരീരത്തിന്റെ ആരോഗ്യം വളരെ നമ്മളെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ശരീരത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പൊ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ, നമ്മുടെ ബോഡിക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിസീസ് വരാതിരിക്കണം അല്ലേ? അപ്പൊ ഡിസീസുകളെ നമുക്ക് എന്ത് ചെയ്യാം? അകറ്റി നിർത്താം. അപ്പം ഈ ഒരു സമയത്ത് നമ്മളെ എന്തുവാ കൊറോണയൊക്കെ പടർന്നു പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഡിസീസിനെ അകറ്റി നിർത്തേണ്ടതിന്റെ പ്രാധാന്യം നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ? ഒരു വൈറസ് വിചാരിച്ചപ്പോൾ അല്ലെങ്കിൽ ഒരു വൈറൽ രോഗം വന്നപ്പോൾ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യേണ്ടി വന്നു? മാസങ്ങളോളം വീട്ടിലിരിക്കേണ്ടി വന്നു. ഏകദേശം 2 വർഷത്തോളമായി നമുക്ക് ആർക്കും സ്കൂളുകളിൽ പോകാൻ പറ്റുന്നില്ല അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ വളരെയധികം പ്രശ്നമാണ്. അപ്പം ഡിസീസസ് അകറ്റി നിർത്തുക, രോഗങ്ങളെ അകറ്റി നിർത്തുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ? അപ്പൊ രോഗങ്ങൾ നമുക്ക് വരാൻ പല കാരണങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട് രോഗങ്ങൾ നമുക്ക് വരാൻ. അപ്പം ഈ രോഗങ്ങൾ നമ്മൾ 2 ക്ലാസ്സുകളായിട്ട് തിരിക്കുന്നു അല്ലെ? 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നെന്ന് പറയുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാൾ, അതായത് അഫക്റ്റഡ് പേഴ്സൺ എന്ന് പറയാം, ഒരു രോഗം ബാധിച്ച ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരാവുന്ന ചില രോഗങ്ങൾ, അതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ. എന്നാൽ ചില ഡിസീസ് ഒക്കെ നോൺ കമ്മ്യൂണിക്കബിൾ ആണ്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ട്, അതായത് ഷുഗർ എന്ന് നമ്മൾ പറയുന്ന പ്രമേഹം, ഡയബറ്റീസ് ഉണ്ട്. അത് അടുത്തൊരാൾ ചേർന്നിരുന്നു പറഞ്ഞാൽ അയാൾക്ക് വരുമോ? ഇല്ല. അതൊന്നും എന്താണ് സ്പ്രെഡ് ആവാത്ത ഡിസീസാണ് അല്ലേ? ഒരാൾക്ക് ഇപ്പൊ ഹൈപ്പർ ടെൻഷൻ, എന്താണ് ഹൈപ്പർ ടെൻഷൻ? ബ്ലഡ് പ്രഷർ എന്ന് പറയും. അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗമാണ്. അങ്ങനെ അതൊന്നും പകരുന്ന രോഗങ്ങളല്ല അല്ലേ? അപ്പൊ അതൊക്കെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകളാണ്. അപ്പൊ ഡിസീസ് നമ്മൾ 2ആയിട്ട് തിരിക്കുന്നു, കമ്മ്യൂണിക്കബിൾ എന്നും നോൺ കമ്മ്യൂണിക്കബിൾ എന്നും അല്ലേ? ഒരാളിൽ നിന്ന്, അഫക്റ്റഡ് പേഴ്സണിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കമ്മ്യൂണിക്കബിൾ ഡിസീസ്. പകരാത്ത രോഗങ്ങളെ, ട്രാൻസ്മിറ്റ് ചെയ്യാത്ത. അപ്പൊ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ അല്ലെ? ഒരാളിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നും, അല്ലാത്തവയെ നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നും പറയും. അപ്പൊ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്ന രോഗങ്ങൾ ഏതൊക്കെ രീതിയിലാണ് പകരുന്നത്? ഒരുപാട് രീതികളിലൂടെ പകരും അല്ലേ? അപ്പൊ നമ്മൾ ഒരു വ്യക്തിയുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ ഒരു വ്യക്തിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് ഷെയ്ക്കൻഡ് കൊടുക്കുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ പറയുന്നതാണ് അല്ലേ, നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്ന് പറയുന്ന കാര്യം എന്താ? ഷെയ്ക്കൻഡിലൂടെ പകരാവുന്ന രോഗങ്ങളുണ്ട്. ഒരാളെ ഹഗ് ചെയ്യുന്നു, അതൊക്കെയാണ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. അപ്പം ഡയറക്റ്റ് ആയിട്ടുള്ള കോണ്ടാക്റ്റുകളിലൂടെ പകരുന്ന ചില ഡിസീസുകളുണ്ട്. ഇപ്പൊ രോഗമുള്ള ഒരാൾ കഫ് ചെയ്യുന്നു, ഏത് രോഗം ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ ഈ രോഗം എന്ന് പറയുമ്പോൾ ഇപ്പം എന്താണ് കോവിഡ്, അതായത് കൊറോണ മാത്രമല്ല, ഒരുപാട് രോഗങ്ങളുണ്ട്. അപ്പൊ ഏത് രോഗം ആയിക്കോട്ടെ. അപ്പൊ ചില രോഗങ്ങൾ കോണ്ടാക്റ്റിലൂടെ പകരും. ചില രോഗങ്ങൾ എന്താ? നമ്മൾ തുമ്മുകയോ ചുമക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ, കഫിങ്ങിലൂടെയും സ്നീസിങ്ങിലൂടെ, നമ്മൾ തുമ്മുകയോ ചുമക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് പോകുന്ന ഡ്രോപ്ലെറ്റ്സിലൂടെ, ഉമിനീരിലൂടെ മറ്റൊരാളിലേക്ക് എത്താവുന്ന ചില രോഗങ്ങളുണ്ട്. അപ്പൊ കഫിങ്ങിലൂടെയും സ്നീസിങ്ങിലൂടെയൊക്കെ പകരുന്ന രോഗങ്ങളുണ്ട് അല്ലേ? അതുപോലെ തന്നെ കണ്ടാമിനേറ്റഡ് ഫുഡിലൂടെയും വാട്ടറിലൂടെയും, നമ്മൾ കഴിക്കുന്ന ആഹാരം മലിനമാണെങ്കിൽ, അതായത് അതിനകത്ത് ഏതെങ്കിലുമൊക്കെ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടെങ്കിൽ, സൂക്ഷ്മജീവികളൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനകത്ത് അതുപോലെ അങ്ങനെയൊക്കെ പകരുന്ന രോഗങ്ങളുണ്ട്. അപ്പൊ മലിനമായ ഫുഡ്, കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിലൂടെ പകരുന്ന രോഗങ്ങളുണ്ട്. ഇനി ചില വെക്ടറുകളിലൂടെ. ഈ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? മൊസ്കിറ്റോ ഒരു വെക്ടറാണ്. ഒരാളിൽ നിന്നും, രോഗമുള്ള ഒരാളിൽ നിന്നും രോഗമില്ലാത്ത ഒരാളിലേക്ക് രോഗത്തെ എത്തിക്കുക, രോഗാണുവിനെ എത്തിക്കാൻ കഴിവുള്ളവരാണ് ഈ മൊസ്കിറ്റോസ്. അവരൊരു വെക്ടറാണ്. പല അനിമലുകളും വെക്ടേഴ്സ് ആണ്. എന്താ വെക്ടർ എന്ന വേർഡിന്റെ മീനിങ്? ഒരു അഫക്റ്റഡ് പേഴ്സൺ, ഒരു രോഗം ബാധിച്ച ഒരു വ്യക്തിയെ ഒരു കൊതുക് പോയി കടിക്കുന്നു. ആ കൊതുക് അയാളെ കടിച്ചിട്ട് രോഗമില്ലാത്ത മറ്റൊരാളുടെ ശരീരത്തിൽ പോയിരുന്നു കടിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? ഇയാളിലുള്ള രോഗം മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യമാണ്. അതിന് കാരണക്കാരനായ ആളാരാ? ഈ കൊതുകാണ് അല്ലേ? മൊസ്കിറ്റോ ആണ്. ആ മൊസ്കിറ്റോയെ നമുക്ക് വെക്ടർ എന്ന് വിളിക്കും. അങ്ങനെ മൊസ്കിറ്റോ മാത്രമല്ല, വേറെയും പല അനിമലുകളും, ഇപ്പം ചില ഡിസീസ്, ഡോഗ് പോലും ചില ഡിസീസുകളുടെ വെക്ടറാണ് അല്ലേ? അതുപോലെ ബാറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്, അതൊരു വെക്ടറാണ്. അപ്പം ഒരാളുടെ രോഗം മറ്റൊരാളിലേക്ക് എത്തിക്കുന്നവരെ നമ്മൾ വെക്ടേഴ്സ് ആണ്. അപ്പൊ വെക്ടേഴ്സിലൂടെ പകരുന്ന ചില രോഗങ്ങളുണ്ട്. അങ്ങനെ പല രീതികളിലാണ് ഈ രോഗങ്ങൾ. അതുപോലെ ഒരു രോഗിയിൽ ഉപയോഗിച്ച സർജിക്കൽ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ സിറിഞ്ച്, നീഡിൽ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അല്ലെ? ഇഞ്ചക്ഷൻ ചെയ്യുന്ന സിറിഞ്ച്, നീഡിൽ, ഒരു രോഗമുള്ള ഒരാൾ ഉപയോഗിച്ചിട്ട് അതേ സിറിഞ്ച് നീഡിലും രോഗം ഇല്ലാത്ത ഒരാളിലേക്ക് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? അയാളുടെ രോഗം മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യതയുണ്ട് അല്ലെ? അതുപോലെ സർജിക്കൽ എക്യുപ്മെന്റ്സ്, ഒരാളെ സർജറി ചെയ്യുന്നു അല്ലെ? ഓപ്പറേഷൻ ചെയ്യുന്നു. ആ സർജറി ചെയ്യുന്ന ആ സർജിക്കൽ എക്യുപ്മെന്റ്സ് നന്നായിട്ട് എന്ത് ചെയ്യണം? അതിനെ ക്ലീൻ ചെയ്യണം അല്ലെ? അതിനെ നന്നായിട്ട്
തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ട് അതിനെ ക്ലീൻ ചെയ്തിട്ട് മറ്റൊരാൾ ഉപയോഗിക്കാവോ, അല്ലെങ്കിൽ രോഗമുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യത. അങ്ങനെ പല രീതികളിലാണ് എന്ത് ചെയ്യുന്നത്, രോഗങ്ങൾ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നത്. അപ്പൊ ചില സമയങ്ങളിൽ ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, മഴക്കാലങ്ങളിൽ പെട്ടെന്ന് രോഗം പടരാൻ സാധ്യത. കാരണം മഴക്കാലങ്ങളിൽ എന്താണ്, കൊതുകുകളൊക്കെ ഒരുപാട് ഇങ്ങനെ ഉണ്ടാവും, അതൊരു റീസൺ ആണ് അല്ലെ. ഈ ഫ്ലഡ്, ഈ വെള്ളപ്പൊക്കമൊക്കെ വരുന്ന സമയങ്ങളിലെ ഈ റാറ്റ് ഫീവർ, എലിപ്പനി പോലുള്ള രോഗങ്ങൾ ഭയങ്കരമായിട്ട് പകരും. കാരണം ഈ എലിപ്പനി എന്ന് പറയുന്ന രോഗം പകരുന്നത് എങ്ങനെയാ, എലിയുടെ യൂറിലൂടെയാണ്, മൂത്രത്തിലൂടെയാണ്. അപ്പൊ ഈ ഫ്ലഡ് വരുന്ന സമയത്ത്, ഫ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് എല്ലായിടത്തും ഇങ്ങനെ വെള്ളം കയറുമല്ലോ. ആ വെള്ളത്തിലൊക്കെ ചിലപ്പോൾ ആരുടെ പ്രസൻസ് ഉണ്ടായിരിക്കും, ഈ എലിയിൽ നിന്ന് വരുന്ന ചില ബാക്ടീരിയകളുണ്ട് എലിപ്പനി ഉണ്ടാക്കുന്ന, അവരുടെ പ്രസൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ ചില സമയങ്ങളിലൊക്കെ രോഗങ്ങൾ എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താ, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെയാണ് കീപ്പിംഗ് ഡിസീസസ് എവേ അല്ലെ. നമ്മൾ മാക്സിമം ഈ രോഗാണുക്കളെ അല്ലെങ്കിൽ ഈ രോഗങ്ങളെ അകറ്റി നിർത്താൻ ശ്രമിക്കണം. നമ്മളായിട്ട് രോഗം ഉണ്ടാക്കി വെക്കാതിരിക്കാൻ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. ഓക്കെ അല്ലേ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, 2 ടൈപ്പ് ഡിസീസ് ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിക്കബിളും നോൺ കമ്മ്യൂണിക്കബിളും ഉണ്ട് അല്ലെ. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാവുന്ന രോഗങ്ങളുണ്ട്, അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അത്തരം രോഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ ശ്രദ്ധിക്കണം. ഇനി ചില നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകളും ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് ഡിസീസസിന് ചില റീസൺസ്, ചില കാരണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഡിസീസ് വരുന്നത്? ഒന്നാമത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള റീസൺ ആണ് കോസ്ഡ് ബൈ ഡിസീസസ് കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് അല്ലെ. മൈക്രോ ഓർഗാനിസംസ്, ആരാണ് ഈ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്? ബാക്ടീരിയ, വൈറസുകള്, ഫംഗസുകള്, പ്രോട്ടോസോവൻസ്, ഇങ്ങനെയൊക്കെയുള്ള സൂക്ഷ്മജീവികളുണ്ട്. നമ്മുടെ കണ്ണിന് പോലും കാണാൻ കഴിയാത്ത ചില ജീവികളുണ്ട്. അവര് കാരണം ഉണ്ടാകുന്ന ഡിസീസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എന്നാണ് ഡിസീസ് കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അതായത് സൂക്ഷ്മജീവികൾ കാരണം ഉണ്ടാകുന്ന ഡിസീസ്. അപ്പം ഡിസീസിന്റെ ഒരു റീസൺ ആരാണ്, മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസം എന്ന് പറയുമ്പോൾ ആര് വേണം വരാം, ബാക്ടീരിയ വരാം, വൈറസുകൾ വരാം, ചില ഫംഗസുകൾ വരാം, പ്രോട്ടോസോവൻസ് വരാം. ഇങ്ങനെയുള്ള എല്ലാവരും മൈക്രോ ഓർഗാനിസംസ് ആണ്. അതുപോലെ മറ്റൊരു ടൈപ്പ് ഡിസീസ് ആണ് ജനറ്റിക് ഡിസീസസ്. എന്താണ് ഈ ജനറ്റിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ? ജനിതക രോഗങ്ങൾ നമ്മൾ മലയാളത്തിൽ പറയുന്നുണ്ട്. അത് ഈ ജനിതക രോഗം. അപ്പൊ ജനിതക രോഗത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന അർത്ഥം എന്താണ്? പാരന്റ്സിൽ നിന്നും പകരുന്ന രോഗം. അങ്ങനെ ഒരു അർത്ഥം മാത്രമല്ല. ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു പാരമ്പര്യ രോഗം എന്നുള്ള മീനിങ്ങിലല്ല പറയുന്നത്. അത് ജീനുകൾക്ക് വരുന്ന തകരാറുകൾ. നമ്മുടെ ജീനുകൾ എന്തൊക്കെയാണെന്ന് കണ്ടല്ലേ, ക്രോമസോമിനകത്തിരിക്കുന്ന DNA-യുടെ പാർട്ടുകളായ ജീനുകളില്ലേ. അപ്പൊ ജീനുകൾക്ക് വരുന്ന ചില തകരാറുകളിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ, അതാണ് ജനറ്റിക് ഡിസോർഡേഴ്സ്. ഇത് എന്ത് ചെയ്യാം, പാരന്റിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക്, അടുത്ത കുഞ്ഞുങ്ങളിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ജീനുകൾക്ക് വരുന്ന തകരാറ്, ഡാമേജ്, അതിലൂടെ ഉണ്ടാകുന്ന ഡിസീസുകൾ, അതിനെയാണ് ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ജനിതക രോഗങ്ങളുണ്ട്. അപ്പം 2 ടൈപ്പ് ഡിസീസ് ഞാൻ പറയാം. എന്താണ്? ഒന്ന് ഡിസീസ് കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ്, സൂക്ഷ്മജീവികളായ വൈറസ്, ഫംഗസ്, ബാക്ടീരിയ, അതും അവരെ കൊണ്ടുണ്ടാകുന്ന ചില രോഗങ്ങൾ. അതുപോലെ തന്നെ ജനറ്റിക് ഡിസീസസ്, ജനിതക രോഗങ്ങൾ, ജീനുകൾക്ക് വരുന്ന തകരാറിലൂടെ വരുന്ന ഡിസീസ്. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ട്. എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്? ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ, നമ്മുടെ ജീവിതശൈലി കൊണ്ടുവരുന്ന രോഗങ്ങൾ. എന്താ നമ്മുടെ ജീവിതശൈലി? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ കുഴപ്പമല്ലേ, ചിലപ്പോൾ നമ്മൾ ഫാറ്റ് അതുപോലുള്ള കണ്ടന്റുകളൊക്കെ അമിതമായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ നമുക്ക് എക്സസൈസ് ഇല്ലാതിരിക്കുക, അല്ലെ മധുരമൊക്കെ ഒരു ഓവറായിട്ട്, അല്ലെ സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ചിലരൊക്കെ ഭയങ്കരമായിട്ട് കഴിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മൾ എക്സസൈസ് ഇല്ലാതെയും നമ്മുടെ ഫുഡ് ഹാബിറ്റേറ്റിലൂടെയും, പിന്നെ അതുപോലെ വേറെയുണ്ട്, ചിലരൊക്കെ എന്താണ് മദ്യപിക്കാറുണ്ട്, ആൽക്കഹോളിക്കാണല്ലേ, അങ്ങനെ വരുന്ന ചില ഡിസീസ്. ഇതെല്ലാം എന്താണ് നമ്മൾ വരുത്തി വെക്കുന്നത് കുറേയേറെ. അപ്പൊ നമ്മൾ വരുത്തി വെക്കുന്ന ഡിസീസുകളെയൊക്കെ നമുക്ക് എന്ത് പറയാം, ലൈഫ് സ്റ്റൈൽ. അതായത് ശരിക്കും നമ്മുടെ ജീവിതചര്യയിലൂടെ നമുക്ക് വരുന്ന രോഗങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ ജീവിതചര്യ കൊണ്ട് നമുക്ക് വരുന്ന രോഗങ്ങളാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയും. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള രോഗങ്ങൾ. അപ്പം മൈക്രോ ഓർഗാനിസംസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങളുണ്ട്, ജനറ്റിക് ഡിസീസസ് ഉണ്ട്, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ്. എന്താ ലൈഫ് സ്റ്റൈൽ? അതാണ് ലാസ്റ്റ് പറഞ്ഞത്, ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി രോഗങ്ങൾ. ഇനി നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് വരാറുള്ള രോഗങ്ങളുണ്ട്. ഇപ്പൊ എന്താ ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഈ പാറ പൊട്ടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എപ്പോഴും അവർ ഈ പാറയുടെ പൊടിയൊക്കെ അവർ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ശ്വസിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ആ പൊടിയൊക്കെ അവരുടെ ലങ്സിലൊക്കെ അക്യുമുലേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ആസ്പെറ്റോസ് ഉണ്ടാക്കുന്ന കമ്പനി, ആസ്പെറ്റോസ് ഷീറ്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാക്കി, ആസ്പെറ്റോസ് ഉണ്ടാക്കുന്ന കമ്പനി. അപ്പൊ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ആസ്പെറ്റോസിന്റെ പൊടി അവരുടെ ലങ്സിലൊക്കെ പോയി അക്യുമുലേറ്റ് ചെയ്ത് അങ്ങനെ വരുന്നത്. അപ്പൊ ചിലർക്കൊക്കെ എന്താണ് ഒക്കുപേഷണൽ ഡിസീസുകൾ എന്നാണ് പറയുന്നത്. അവര് ജോലി ചെയ്യുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് അവർക്ക് വരുന്ന ഡിസീസ്, അല്ലെ അവിടെ നിന്നുള്ള പൊടി, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ചില കെമിക്കൽ കണ്ടന്റുകളൊക്കെ കാരണം ഉണ്ടാകുന്ന ഡിസീസ്, ഒക്കുപേഷണൽ ഡിസീസ് എന്ന് പറയും. അങ്ങനെയുള്ള പല ഡിസീസ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ഈ 3 കാര്യങ്ങളാണ്. എന്താണ്? ഡിസീസ് കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ്, അതുപോലെ തന്നെ ജനറ്റിക് ഡിസീസസ്,
ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞ മറന്നു, നമ്മുടെ ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിലപ്പോൾ രോഗം വരാം. അതാണ് ഒക്കുപേഷണൽ ഡിസീസുകൾ എന്ന് പറയുന്നത്. ഒക്കുപേഷണൽ ഡിസീസ് നമുക്ക് എന്താണ് നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് നമുക്ക് വരാവുന്ന ചില ഡിസീസുകൾ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഡിസീസ് കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ്. സൂക്ഷ്മ ജീവികൾ കാരണം നമുക്കുണ്ടാകുന്ന ചില രോഗങ്ങൾ. ഡിസീസ് കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ ആരാണ് മൈക്രോ ഓർഗാനിസം? മൈക്രോ എന്ന വേർഡിന്റെ മീനിങ് തന്നെ എന്താ? നമ്മുടെ നേക്കഡായി, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതെന്നാണ് അല്ലേ? നമ്മുടെ നേക്കഡായി കൊണ്ട് കാണാൻ പറ്റാത്തതാണ്. അതാണ് മൈക്രോ ഓർഗാനിസംസ്. ആ മൈക്രോ ഓർഗാനിസംസ് കാരണം ഉണ്ടാകുന്ന ചില ഡിസീസുകൾ, അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഡിസീസ് കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ്. അതില് ഒന്നാമത്തെ, നമ്മൾ പല മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ബാക്ടീരിയ ഒരു മൈക്രോ ഓർഗാനിസംസ് ആണ്, പല ഡിസീസുകൾ ഉണ്ടാക്കുന്നില്ലേ? ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന ഒരുപാട് ഡിസീസുകൾ ഉണ്ട് നമുക്കെന്നല്ല. ഈ ഡിസീസ് വരുന്നത് നമുക്ക് മാത്രമല്ല, ഹ്യൂമന് വരും, അതുപോലെ മറ്റ് അനിമൽ, കന്നുകാലികളൊക്കെ അല്ലേ, പശു പോലുള്ള അനിമലുകളില്ല. അങ്ങനെ പശുവിനെന്നല്ല ഏത് അനിമലിനും വരാം. അപ്പം കന്നുകാലികൾക്ക് ഡിസീസ് വരും, പ്ലാന്റുകൾക്ക് ഡിസീസ് വരും, സസ്യങ്ങൾക്ക് പോലും രോഗം വരുന്നുണ്ട് അല്ലേ? അപ്പം ബാക്ടീരിയ കാരണം നമുക്കും വരാം, മറ്റ് അനിമലുകൾക്കും വരാം, പ്ലാന്റ്സിന്. അത് ബാക്ടീരിയ കാരണം എന്നല്ല, വൈറസ് കാരണം വരാം. അപ്പൊ ഒന്നാമത്തെ മൈക്രോ ഓർഗാനിസം ബാക്ടീരിയയാണ്. അപ്പൊ അതുപോലെ മറ്റൊരു മൈക്രോ ഓർഗാനിസം വൈറസ്. വൈറസ് കാരണം നമുക്ക് എന്തുണ്ടാകാം? ഡിസീസ് ഉണ്ടാക്കാം. അപ്പൊ ബാക്ടീരിയ ഒരു മൈക്രോ ഓർഗാനിസം ആണ്, ഡിസീസ് ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ എല്ലാ ബാക്ടീരിയ ഡിസീസ് ഉണ്ടാക്കുന്നതാണ് മീനിങ്. നമ്മുടെ ബോഡിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ബാക്ടീരിയകളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഈ മൈക്രോ ഓർഗാനിസംസ് എല്ലാവരും ഡിസീസ് ഉണ്ടാക്കുന്നവരല്ല. ഒരു എക്സാമ്പിൾ, ഈസ്റ്റ് എന്ന് പറയുന്ന സാധനം ഒരു മൈക്രോ ഓർഗാനിസം ആണ്. നമുക്ക് ഡിസീസ് ഉണ്ടാക്കുന്നുണ്ടോ? പക്ഷേ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് പല ബാക്ടീരിയകളുണ്ട്. നമുക്ക് ഡിസീസ് ഉണ്ടാക്കുന്നവരാണ് അവര്. എല്ലാവരും ഡിസീസ് ഉണ്ടാക്കുന്നവരല്ല. ചില ബാക്ടീരിയ ഡിസീസ് ഉണ്ടാക്കും, ചില ബാക്ടീരിയ നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്, യൂസ്ഫുൾ ആയിട്ടുള്ള ചില ബാക്ടീരിയ ഉണ്ട്. അതുപോലെ തന്നെ ഫംഗസുകൾ, നിങ്ങൾ കേട്ടിട്ടുണ്ടായി ഫംഗസ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ ഈസ്റ്റ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഒരു ഫംഗസ് ആണ്. അപ്പൊ ഈ ഫംഗസുകൾ ചിലപ്പോൾ എന്തുണ്ടാക്കാം? ഡിസീസ് ഉണ്ടാക്കാം. എന്നാൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ചില ഫംഗസ് ഉണ്ട്. നിങ്ങൾ ഈ ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്ന മരുന്നുകളെ കുറിച്ച് കേട്ടിട്ടില്ലേ? അത് കൂടുതൽ എടുക്കുന്നത് എന്താണ്? ഫംഗസിൽ നിന്നാണ് വേർതിരിച്ചെടുത്തിട്ട് നമ്മുടെ ബോഡിയിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം ബാക്ടീരിയ കാരണം ഡിസീസ് ഉണ്ടാകുന്നു, വൈറസുകൾ കാരണം ഡിസീസ് ഉണ്ടാകുന്നു, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫംഗസുകൾ കാരണം. ഇനി ഇതുപോലെ ബാക്ടീരിയ ഒക്കെ പോലുള്ള ഒരു മൈക്രോ ഓർഗാനിസം ആണ് പ്രോട്ടോസോവ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ അമീബ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അമീബ. ഈ അമീബയൊക്കെ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് ഈ പ്രോട്ടോസോവ എന്ന് പറയുന്നത്. അപ്പൊ പ്രോട്ടോസോവ ബാക്ടീരിയ പോലെ ഒരു മൈക്രോ ഓർഗാനിസം ആണ്. ആ പ്രോട്ടോസോവയും എന്തുണ്ടാക്കും എന്നാ പറയുന്നത്? പല ഡിസീസുകൾ ഉണ്ടാക്കും. അപ്പൊ പ്രോട്ടോസോവയും ഡിസീസ് ഉണ്ടാക്കും അല്ലെ? പ്രോട്ടോസോവയ്ക്ക് എക്സാമ്പിൾ ചോദിച്ചാൽ ആരെ പറയാം? അമീബ, അതൊരു പ്രോട്ടോസോവയാണ്. അതുപോലെ മന്ത് എന്ന് പറയുന്ന രോഗമല്ല, മന്ത്. ചിലരുടെ കാലൊക്കെ ഭയങ്കരമായിട്ട് വീർത്ത് വലിയ കാല്, അതിനെ അറിയപ്പെടുന്ന തന്നെ എലിഫന്റാസിസ് എന്നാണ്. കാരണം ആനയുടെ കാല് പോലെ എന്നുള്ള മീനിങ്ങിലാണ് അങ്ങനെ പറയുന്നത് അല്ലെ? യഥാർത്ഥ പേര് ഫൈലേരിയാസിസ്. മന്തിനെ ഇംഗ്ലീഷിൽ പറയുന്നത് ഫൈലേരിയാസിസ് എന്നാണ്. അപ്പൊ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? എലിഫന്റാസിസ് എന്ന് വിളിക്കാറുണ്ട്. കാരണം ആനയുടെ കാല് പോലെ വലിയ കാലാവുന്നത്. അതിന് കാരണമായ ഒരു വേമാണ്, വളരെ ചെറിയൊരു വേം, വിര. ആ വിരയുടെ പേരാണ് ഫൈലേറിയൽ വേം. അപ്പൊ ഇതെല്ലാം എന്താണ്? ഡിസീസ് ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ്. ബാക്ടീരിയ ഡിസീസ് ഉണ്ടാക്കുന്ന ഒരു മൈക്രോ ഓർഗാനിസം ആണ്. വൈറസ് ഡിസീസ് ഉണ്ടാക്കുന്ന ഒരു മൈക്രോ ഓർഗാനിസം ആണ്. ഫംഗസുകൾ ഡിസീസ് ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ്. അതുപോലെ പ്രോട്ടോസോവൻസ്, ദെൻ ഫൈലേറിയൽ വേംസ്. ഈ പറയുന്ന എല്ലാ മൈക്രോ ഓർഗാനിസംസ് എന്തുണ്ടാക്കുന്നവരാണ്? ഡിസീസ് എന്ന് പറഞ്ഞാൽ എല്ലാ ബാക്ടീരിയ ഡിസീസ് ഉണ്ടാക്കും ഇല്ല, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളവരുണ്ട് അല്ലെ? എല്ലാ വൈറസും ചിലപ്പോൾ ഡിസീസ് ഉണ്ടാക്കുന്നവരായിരിക്കില്ല, എല്ലാ ഫംഗസും ഡിസീസ് ഉണ്ടാക്കുന്നവരായിരിക്കില്ല, എല്ലാ പ്രോട്ടോസോവയും ഡിസീസ്. അപ്പം ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ഡിസീസ് ഉണ്ടാക്കും, നമുക്ക് ഡിസീസ് ഉണ്ടാക്കും, മറ്റ് അനിമലുകളിൽ ഡിസീസ് ഉണ്ടാക്കും, പ്ലാന്റുകളിലും ഡിസീസ് ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ ഇവര് എല്ലാവരും ഡിസീസ് ഉണ്ടാക്കുന്നവരാണോ? അല്ല. എല്ലാവരും ഉദ്ദേശിക്കുമ്പോ ബാക്ടീരിയ എടുത്ത എല്ലാ ബാക്ടീരിയകളും ഡിസീസ് ഉണ്ടാക്കുന്നവരല്ല, ചില യൂസ്ഫുൾ ആയിട്ടുള്ളവരുണ്ട്. എല്ലാ ഫംഗസുകളും ഡിസീസ് ഉണ്ടാക്കുന്നവരല്ല, ചില യൂസ്ഫുൾ ആയിട്ടുള്ളവരുമുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മൾ ഇതിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് ബാക്ടീരിയകൾ കാരണം ഉണ്ടാകുന്ന ഡിസീസുകളെ കുറിച്ചാണ് അല്ലെ? ബാക്ടീരിയകൾ കാരണം നമുക്ക് എന്തൊക്കെ ഡിസീസ് ഉണ്ടാകും? അപ്പൊ ശ്രദ്ധിച്ചോളൂ, ബാക്ടീരിയ. ഈ ബാക്ടീരിയ കാരണം നമുക്ക് എന്തൊക്കെ ഡിസീസ് ഉണ്ടാകുന്നത്? ബാക്ടീരിയ നമുക്ക് എന്തൊക്കെ ഡിസീസ് ഉണ്ടാക്കും? ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു മൈക്രോ ഓർഗാനിസം ആണ് അല്ലെ? വളരെ ചെറുതാണ്. അതൊക്കെ അവരെ അറിയപ്പെടുന്ന പ്രോകാരിയോട്ടിക് സെൽ എന്നാണ്. ബാക്ടീരിയകൾ എന്ത് വിളിക്കും? പ്രോകാരിയോട്ടിക് സെൽ എന്നാണ് വിളിക്കുന്നത്. എന്തിനാ അങ്ങനെ വിളിക്കുന്നത് പ്രോകാരിയോട്ടിക് സെൽ? ഈ ബാക്ടീരിയക്ക് ഡെഫിനിറ്റ് ആയിട്ടൊരു ന്യൂക്ലിയസ് ഇല്ല. എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ എന്ത് വേണം? സാധാരണ ഇങ്ങനെ ന്യൂക്ലിയർ മെമ്പറൈനും അതിനകത്ത് ക്രോമസോമുകൾ, ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലേ അത് ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ആവും. ന്യൂക്ലിയർ മെമ്പറൈൻ വേണം. ന്യൂക്ലിയസിന്റെ മെമ്പറൈനെയാണ് എന്ത് വിളിക്കുന്നത്? ന്യൂക്ലിയർ മെമ്പറൈൻ. ഒരു ന്യൂക്ലിയർ മെമ്പറൈൻ വന്നിട്ട് അതിനുള്ളിൽ എന്ത് വേണം? ക്രോമസോംസ്. ഇങ്ങനെയാണ് യഥാർത്ഥ ന്യൂക്ലിയസ്. പക്ഷെ ബാക്ടീരിയയുടെ ന്യൂക്ലിയസ് ഇങ്ങനെയല്ല. ബാക്ടീരിയക്ക് ന്യൂക്ലിയർ മെമ്പറൈൻ എന്ന് പറയുന്ന സാധനമില്ല. അതുകൊണ്ട് തന്നെ
അവരുടെ ക്രോമസോമുകൾ ഇങ്ങനെ നേക്കഡ് ആയിട്ട് സൈറ്റോപ്ലാസ്മിക് ആണ്. അതായത് സൈറ്റോപ്ലാസ്മിൽ മൊത്തം ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് കിടക്കും. ബാക്ടീരിയകളിലുള്ള ക്രോമസോമുകൾ സാധാരണ എവിടെ ഇരിക്കേണ്ടവരായിരുന്നു? ഒരു ന്യൂക്ലിയർ മെമ്പറൈനകത്താണ് ഈ ക്രോമസോംസ് ഇരിക്കേണ്ടത്. എന്നാൽ അത് ശരിയായ ഒരു ന്യൂക്ലിയസ് എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ആ ക്രോമസോംസ് സ്പ്രെഡ് ആയിട്ട് എവിടെ കിടക്കുകയാണ്? ഈ സൈറ്റോപ്ലാസിൽ അങ്ങ് കിടക്കുകയാണ്. സ്പ്രെഡ് ആയിട്ട് അങ്ങ് കിടക്കുകയാണ് സൈറ്റോപ്ലാസിൽ. പറഞ്ഞാൽ മനസ്സിലായോ? സ്പ്രെഡ് ആയിട്ട് സൈറ്റോപ്ലാസിൽ കിടക്കുകയാണ്. അപ്പൊ ഇത്തരം സെല്ലുകളെ പ്രൊക്കാരിയോട്ടിക് സെൽ എന്ന് വിളിക്കും. അപ്പൊ ബാക്ടീരിയ എന്ത് സെൽ എന്ന് ചോദിച്ചാൽ എന്താണ്? ഒരു പ്രൊക്കാരിയോട്ടിക് സെല്ലാണ്. ബാക്ടീരിയക്ക് ഡെഫിനിറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല. അപ്പൊ ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഇല്ലാത്തവരെയൊക്കെ നമ്മൾ പ്രൊക്കാരിയോട്ടിക് സെൽ എന്ന് വിളിക്കും. ഇതൊന്ന്. ഈ ബാക്ടീരിയ നമ്മുടെ ബോഡിയിലേക്ക് കയറി, ഇപ്പൊ രോഗകാരി, നമുക്ക് ഡിസീസ് ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു ബാക്ടീരിയ നമ്മുടെ ബോഡിയിലോട്ട് കയറിയെന്ന് വിചാരിക്കാം. അവൻ എങ്ങനെയാണ് നമുക്ക് ഡിസീസ് ഉണ്ടാക്കുന്നത്? ഇവൻ നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ ഇവൻ മൾട്ടിപ്ലൈ ചെയ്യും. ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡി കിടന്ന് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇവ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയെ ബൈനറി ഫിഷൻ എന്നാണ് വിളിക്കുന്നത്. കാരണം ഒരു ബാക്ടീരിയ ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. കണ്ടോ? നമ്മുടെ ബോഡിയിൽ ഒറ്റ ബാക്ടീരിയ കയറിയാൽ മതി. ആ ഒരു ബാക്ടീരിയ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അടുത്ത 2 ബാക്ടീരിയകൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ 4 ബാക്ടീരിയ 8ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ 8 ബാക്ടീരിയ 16ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇങ്ങനെ ഒരു മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ബാക്ടീരിയകൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്നത് ബൈനറി ഫിഷൻ എന്നാണ്. ബൈനറി ഫിഷൻ. അപ്പൊ ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ ബൈനറി ഫിഷനിലൂടെ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ബാക്ടീരിയകൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? ബൈനറി ഫിഷനിലൂടെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ബാക്ടീരിയകൾ ബൈനറി ഫിഷനിലൂടെ മൾട്ടിപ്ലൈ ചെയ്തു നമ്മുടെ ബോഡിയിൽ. മാത്രമല്ല, ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോക്സിൻ ഉണ്ട്. ടോക്സിൻ, വിഷവസ്തു അല്ലെ? ടോക്സിന്റെ മലയാളം എന്താ? വിഷവസ്തു എന്നല്ലേ? അപ്പൊ ഈ ബാക്ടീരിയകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ് എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയുടെ സെല്ലുകളെ നശിപ്പിച്ചു കളയും. നമ്മുടെ ബോഡിയിലെ സെല്ലുകളെ നശിപ്പിച്ചു കളയും. അങ്ങനെയാണ് നമുക്ക് ഡിസീസുകൾ പലതും വരുന്നത്. അപ്പൊ ബാക്ടീരിയ എങ്ങനെയാണ് നമ്മൾ അഫക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, രോഗകാരികളായ ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കയറും. ഇവര് നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറിയിട്ട് എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. എങ്ങനെയാണ്? ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയെ നമ്മൾ എന്ത് വിളിക്കും? ബൈനറി ഫിഷൻ. അതായത് ഒരു ബാക്ടീരിയ ഡിവൈഡ് ചെയ്ത് 2 ആവും. അപ്പൊ ഇപ്പൊ 2 ആയല്ല, 2 ബാക്ടീരിയ വീണ്ടും ഡിവൈഡ് ചെയ്ത് എത്രയാവും? 4 ആവും. ഇങ്ങനെ ഇവര് കണ്ടിന്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ബൈനറി ഫിഷൻ. അപ്പൊ ബാക്ടീരിയകൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയെ വിളിക്കുന്ന പേരെന്താ? ബൈനറി ഫിഷൻ. അപ്പൊ ബൈനറി ഫിഷനിലൂടെ ഇവരങ്ങോട്ട് മൾട്ടിപ്ലൈ ആണ്. ഭയങ്കരമായിട്ട് അവരങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുക മാത്രമാണോ? ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ ഉണ്ട്. ആ ടോക്സിനാണ് നമ്മുടെ സെല്ലുകൾക്കൊക്കെ ഡാമേജ് വരുന്നത്. അങ്ങനെ നമുക്ക് പല ഡിസീസുകൾ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് ബാക്ടീരിയ നമുക്ക് ഡിസീസ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ബാക്ടീരിയ എന്ത് സെല്ലെന്ന് പറഞ്ഞു? അവനൊരു പ്രൊക്കാരിയോട്ടിക് സെല്ലാണെന്ന് പറഞ്ഞു. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞു എന്താ? ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുകളെല്ലാം പ്രൊക്കാരിയോട്ടിക്. അത് ബാക്ടീരിയ എന്നല്ല, ആരായാലും ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഇല്ല എങ്കിൽ അതെന്താണ്? അതൊരു പ്രൊക്കാരിയോട്ടിക് സെല്ലാണ്. ഡെഫിനിറ്റ് ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ മെമ്പറൈന്റെ അകത്തായിരിക്കണം ക്രോമസോംസ് ഇരിക്കേണ്ടത്. ഇവിടെ അങ്ങനെയാണോ? അല്ല. ഇവിടെ ന്യൂക്ലിയർ മെമ്പറൈൻ ഇല്ലാത്തത് കൊണ്ട് ക്രോമസോംസ് നേക്കഡ് ആയിട്ട് എവിടെ കിടപ്പുണ്ട്? സൈറ്റോപ്ലാസിൽ കിടപ്പുണ്ട്. അത്തരം സെല്ലുകളെല്ലാം പ്രൊക്കാരിയോട്ടിക്. അങ്ങനെയാണെങ്കിൽ ബാക്ടീരിയ എന്താണ്? ഒരു പ്രൊക്കാരിയോട്ടിക് സെല്ലാണ്. ഓക്കെ അല്ലേ? ഇനി ഈ ബാക്ടീരിയകൾ കാരണം, അപ്പൊ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൈക്രോ ഓർഗാനിസംസ് കാരണം ഉണ്ടാകുന്ന ഡിസീസ്. അതിൽ ഒന്നാമത്തെ മൈക്രോ ഓർഗാനിസം ആരാണ്? ബാക്ടീരിയ. നമ്മൾ പറഞ്ഞു ഈ ബാക്ടീരിയ കാരണം നമുക്ക് എന്തൊക്കെ ഡിസീസ് ഉണ്ടാകും? നിങ്ങൾക്ക് പ്രധാനമായിട്ട് ഒരുപാട് ഡിസീസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ കോളറ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. കോളറ, ടൈഫോയിഡ്, ടെറ്റനസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായി. ഡിഫ്തീരിയ, ട്യൂബർകുലോസിസ്, ക്ഷയരോഗം കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങളുണ്ട്. ഇതിൽ 3 രോഗങ്ങളാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് റാറ്റ് ഫീവർ എന്നാണ്. റാറ്റ് ഫീവർ അല്ലെ, നമ്മൾ എലിപ്പനി എന്ന് പറയും. നമുക്ക് പഠിക്കാം. ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന ഒന്നാമത്തെ ഡിസീസ് എന്താ? റാറ്റ് ഫീവർ എന്നാണ്. എലിപ്പനി. ഈ എലിപ്പനി എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഡിസീസ്. ഇത് ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? ലെപ്റ്റോസ്പൈറ എന്നാണ്. ലെപ്റ്റോസ്പൈറ. അപ്പൊ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഡിസീസാണ് എന്ന് പറയുന്നത് ഈ റാറ്റ് ഫീവർ. ഈ റാറ്റ് ഫീവർ നമുക്ക് എങ്ങനെ വരുന്നത്? ഈ എലിയുടെ ശരീരത്തിലുള്ള ഈ ബാക്ടീരിയ എങ്ങനെ നമ്മുടെ ശരീരത്തിൽ വരുന്നത്? എലിയുടെ യൂറിനിലൂടെയാണ് ഇത് പുറത്തേക്ക് വരുന്നത്. ഈ ബാക്ടീരിയ പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണ്? എലിയുടെ യൂറിനിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. എലിയുടെ യൂറിനിലൂടെ പുറത്തേക്ക് വരും. ഈ ബാക്ടീരിയകൾ വെള്ളത്തിലോ മണ്ണിലോ ഒക്കെ കാണും. നമ്മൾ എന്ത് ചെയ്യും? ചെരുപ്പൊന്നും ഇടാതൊക്കെ ചിലപ്പോൾ നടക്കാറുണ്ടല്ലേ മണ്ണിലൂടെയൊക്കെ. അങ്ങനെ നടക്കുന്ന സമയത്ത് ഈ ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ, നമ്മുടെ കാലിലൊക്കെ ചിലപ്പോൾ നമ്മൾ തന്നെ അറിയാത്ത ചെറിയ മുറിവുകളൊക്കെ നമ്മുടെ കാലിലുണ്ടാവാം. ഇത്തരം മുറിവുകളിലൂടെ ഈ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ നമ്മുടെ കാലിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തും. എത്തിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും നമുക്കറിയാമല്ലോ. ഇവൻ നമ്മുടെ ബോഡിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് ചില ടോക്സിനുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മളെ അഫക്ട് ചെയ്യും. നമ്മളത് സാരമായിട്ട് നമ്മളെ അത് ബാധിക്കും അല്ലേ. അപ്പം ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫ്ലഡ് ഒക്കെ വരുമ്പോഴേ, വെള്ളപ്പൊക്കമൊക്കെ വന്നാൽ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മഴ സീസണൊക്കെ വരുമ്പോൾ എലിപ്പനി വ്യാപിക്കാൻ സാധിക്കും. കാരണം എവിടെയായാലും വെള്ളം, എവിടെ നോക്കിയാലും വെള്ളമല്ലേ.
മണ്ണിലൊക്കെ ധാരാളം എന്താണ് എപ്പോഴും വെള്ളത്തിന്റെ ഒരു പ്രസൻസ് ഉണ്ടായിരിക്കും. അപ്പൊ എലി അവിടെ യൂറിൻ പാസ് ചെയ്യുന്നു, മൂത്രമൊഴിക്കുന്നു. അതിലൂടെ ആര് പുറത്തു വരുന്നു? ഈ ലെപ്റ്റോസ്പൈറ എന്ന് പറഞ്ഞ ബാക്ടീരിയ. നമ്മുടെ ശരീരത്തിൽ എവിടെയും കാലിലൊക്കെ മുറിവുണ്ടെങ്കിൽ അതിലൂടെ അകത്തേക്ക് കയറുന്നു, നമുക്ക് ഡിസീസ് വരുന്നു. ഈ എലിപ്പനി വന്നു കഴിഞ്ഞുള്ള പ്രശ്നം എന്താ? ഒരുപാട് ഡിസീസ് ഇത് നമ്മുടെ സെല്ലുകളെയൊക്കെ അഫക്ട് ചെയ്യും, നമ്മുടെ ബ്ലഡ് ക്യാപ്പിലാരീസിനെയൊക്കെ അഫക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ വരാൻ സാധ്യത. അകത്തുള്ള ചെറിയ വെയിനുകളിൽ നിന്നൊക്കെ ചെറിയ രക്തക്കുഴലൊക്കെ പൊട്ടി എന്താണ് നമുക്ക് പുറത്തത് അറിയാൻ പറ്റൂല, അകത്ത് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവും. അങ്ങനെ ഇതിന് ഒരുപാട് സിംറ്റംസ് ഉണ്ട് റാറ്റ് ഫീവറിന്. എന്ത് വരാൻ സാധ്യതയുണ്ട്? ഇന്റേണൽ ബ്ലീഡിംഗ് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ശരീരത്തിന് എവിടെ അകത്തെവിടെയെങ്കിലും ഒക്കെ വെയിൻസിനൊക്കെ ഡാമേജ് വന്നിട്ട് അല്ലെങ്കിൽ ബ്ലഡ് ക്യാപ്പിലാരീസിനൊക്കെ ഡാമേജ് വന്നിട്ട് ഇന്റേണൽ ബ്ലീഡിംഗ് വരാൻ സാധ്യതയുണ്ട്. ഇന്റേണൽ ആന്തരിക രക്തസ്രാവം എന്ന് പറയുന്നത് അകത്താണ്, നമുക്ക് പുറത്ത് ചിലപ്പോൾ അത് അറിയാൻ പറ്റില്ല. പിന്നെ എന്താണ് സിവിയർ ആയിട്ടുള്ള എന്ത് വരും? ഫീവർ വരും, ഭയങ്കരമായിട്ടുള്ള പനി വരും, നമുക്ക് ഭയങ്കരമായിട്ടുള്ള പനി വരും. അതുപോലെ തന്നെ മസിൽ പെയിൻ വരും, ഹെഡേക്ക് വരും, ഹെഡേക്ക്. അതുപോലെ റെഡിഷ് ഐ, റെഡ്നസ് ഇൻ ദി ഐ, കണ്ണൊക്കെ നല്ല ഭയങ്കര ചുവപ്പായിരിക്കും, റെഡ്നസ് ഇൻ ഐ, നമ്മുടെ കണ്ണിലൊക്കെ ഭയങ്കര. അപ്പം ഒരുപാട് സിംറ്റംസ് ഉണ്ട് ഈ ഡിസീസിന്. ഏത് ഡിസീസിന്? റാറ്റ് ഫീവർ. അപ്പൊ റാറ്റ് ഫീവർ എന്ന് പറഞ്ഞാൽ എന്താ? എലിപ്പനി അല്ലേ? എങ്ങനെയാണ് എലിപ്പനി വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. എലിയുടെ യൂറിനിലൂടെയാണ്. എലിയുടെ ശരീരത്തിലുള്ള ഈ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ അതിന്റെ യൂറിനിലൂടെ പുറത്തേക്ക് വരും. അപ്പൊ മണ്ണിലും വെള്ളത്തിലൊക്കെയാണ്. അപ്പൊ നമ്മൾ വെള്ളത്തിലൂടെ ഒക്കെ ചിലപ്പോൾ ചവിട്ടി നടക്കാറുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ കാലിൽ മുറിവ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൂടെ ഇത് അകത്തേക്ക് കയറിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡിയെ ബാധിക്കും. ഇത് എന്താണ്? ക്യൂറബിൾ ആണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നല്ല ചികിത്സ കിട്ടിയാൽ പെട്ടെന്ന് തന്നെ രോഗം കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ മാറാവുന്ന ഡിസീസാണിത്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് ആണ് ഞാൻ പറയുന്നത്. എന്താണ്? ഇത് നമ്മുടെ ബോഡിക്കുള്ളിൽ എത്തിയതിനു ശേഷം നമ്മുടെ എന്തിനെ ബാധിക്കും? ബ്ലഡ് ക്യാപ്പിലാരീസിനെ ബാധിക്കും, ബോഡി സെല്ലുകളെയൊക്കെ ബാധിക്കും. അതുപോലെ ബ്ലഡ് ക്യാപ്പിലാരീസ് രക്തക്കുഴലുകളെയൊക്കെ ബാധിക്കും. അപ്പൊ ഇന്റേണൽ ബ്ലീഡിംഗ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ സിവിയർ ഭയങ്കരമായിട്ടുള്ള പനി വരാൻ സാധ്യതയുണ്ട്. ദെൻ മസിൽ പെയിൻ, നമ്മുടെ മസിൽസിനൊക്കെ എന്താണ് ഭയങ്കരമായിട്ടുള്ള പെയിൻ വരാൻ സാധ്യത. നമുക്ക് മസിൽ പെയിൻ വരാൻ സാധ്യതയുണ്ട്. ഹെഡേക്ക്, ഭയങ്കരമായ തലവേദന. ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? തലവേദന വരാം. അതുപോലെ റെഡ്നസ് ഇൻ ദി ഐ, നമ്മുടെ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് ചുവന്ന് വരാം. അങ്ങനെ പല സിംറ്റംസ് ആണ് ഇതിനുള്ള റാറ്റ് ഫീവർ. ഞാൻ പറഞ്ഞ ഈ ഫ്ലഡ് പോലുള്ള ചില സാഹചര്യങ്ങളിൽ ഭയങ്കരമായ മഴക്കാലങ്ങളിലൊക്കെ ഈ ഡിസീസ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യാൻ അല്ലേ, എല്ലാവരിലേക്ക് സ്പ്രെഡ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അല്ലെ, ഒരുപാട് ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഡിസീസാണ്. അപ്പം നമ്മൾ ആ സമയത്തൊക്കെ വളരെ ശ്രദ്ധിക്കണം, വളരെ സൂക്ഷിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഡിസീസ്, ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന ഒരു ഡിസീസ്, റാറ്റ് ഫീവർ. അപ്പൊ നമ്മൾ അടുത്ത രണ്ടാമത്തെ മറ്റൊരു ഡിസീസ് പഠിക്കുകയാണ്. ബാക്ടീരിയകൾ കാരണം ഉണ്ടാകുന്ന അടുത്തൊരു ഡിസീസ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഡിഫ്തീരിയ എന്ന് പറയാം ഡിസീസിനെ. ഡിസീസിന്റെ പേരെന്താ? ഡിഫ്തീരിയ. ഈ ഡിസീസ് എന്താണ്? ഈ തൊണ്ടമുള്ളെന്നൊക്കെയാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. തൊണ്ടയിൽ മുള്ളിരിക്കുന്ന പോലെ തോന്നുന്നത്, യഥാർത്ഥത്തിൽ മുള്ളൊന്നും അല്ലേ അത്, ഞാൻ പറഞ്ഞതാണ്. മുള്ളിരിക്കുന്നത് പോലെ ഒരു ഫീല് നമുക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? ഡിഫ്തീരിയ. അപ്പൊ ഇതിന് കാരണമായ ബാക്ടീരിയയുടെ പേരാണ് കൊറൈനി ബാക്ടീരിയം ഡിഫ്തീരിയേ. കൊറൈനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്നാണ് ഡിസീസിന്റെ പേരെന്താണ്? കൊറൈനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്നാണ്. കൊറൈനി ബാക്ടീരിയം ഡിഫ്തീരിയേ. കൊറൈനി ബാക്ടീരിയം ഒറ്റ പേരാണ്. ബോർഡ് സ്ഥലമില്ലാത്തതാണ് ഞാൻ രണ്ടായിട്ട് എഴുതിയിരിക്കുന്നത്. കൊറൈനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്നല്ല, ഡിഫ്തീരിയേ എന്നാണ്. നമ്മൾ ഡിസീസ് പറയുമ്പോൾ ഡിഫ്തീരിയ കണ്ടോ, ഡിഫ്തീരിയ. മറ്റേന്താണ്? കൊറൈനി ബാക്ടീരിയം ഡിഫ്തീരിയേ, ഡിഫ്തീരിയേ അങ്ങനെ പറയണം കേട്ടോ. കൊറൈനി ബാക്ടീരിയം ഡിഫ്തീരിയ. അപ്പം മറ്റൊരു ബാക്ടീരിയൽ ഡിസീസ് ആണ് എന്ന് പറയുന്നത് ഈ ഡിഫ്തീരിയ. ഇത് ബാധിക്കുന്ന എവിടെയാണ്? നമ്മുടെ നോസ്, മൂക്കിനകത്ത് വരുന്ന മ്യൂക്കസ് മെമ്പറൈനില്ലേ, നമ്മുടെ മൂക്കിനകത്ത് നമുക്ക് ജലദോഷമൊക്കെ വരുമ്പോൾ ഇങ്ങനെ മ്യൂക്കസ് വരാറുണ്ട്, വിസ്കസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ വരാറുണ്ട് അല്ലേ, അതാണ് മ്യൂക്കസ് എന്ന് പറയുന്നത്. ആ മ്യൂക്കസ് ഉണ്ടാക്കുന്ന ഒരു ലെയർ ഉണ്ട് നമ്മുടെ മൂക്കിനകത്ത്, അതിനെ നമ്മൾ മ്യൂക്കസ് മെമ്പറൈൻ എന്നാണ് പറയുന്നത്. ആ മ്യൂക്കസ് മെമ്പറൈനെ നമ്മുടെ ത്രോട്ടിനെയൊക്കെ ബാധിക്കുന്ന ഒരു ഡിസീസാണ് ഈ ഡിഫ്തീരിയ. അപ്പൊ ഈ ഡിഫ്തീരിയ മെയിൻ ആയിട്ടും എന്തിനെയാണ് അഫക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഡിഫ്തീരിയ മെയിൻ ആയിട്ടും എന്തിനെയാണ് അഫക്ട് ചെയ്യുന്നത് ചോദിച്ചാൽ, എന്തിനാണ് അഫക്ട് ചെയ്യുന്നത്? നമ്മുടെ മൂക്കിനകത്ത് വരുന്ന ആ മ്യൂക്കസ് മെമ്പറൈൻ എന്ന് പറയും. മ്യൂക്കസ് മെമ്പറൈൻ എപ്പോഴും മ്യൂക്കസ് ഒക്കെ ഉണ്ട്, എപ്പോഴും നമ്മുടെ മൂക്കിനകത്ത് മ്യൂക്കസിന്റെ പ്രസൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ജലദോഷമൊക്കെ വരുമ്പോഴാണ് അത് അധികമായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ആ മ്യൂക്കസ് മെമ്പറൈൻ, നമ്മുടെ മൂക്കിനുള്ളിൽ വരുന്ന മ്യൂക്കസ് മെമ്പറൈൻ അല്ലെ, മൂക്കിനുള്ളിൽ അങ്ങോട്ട് റെസ്പിറേറ്ററി ട്രാക്റ്റിൽ എല്ലാം ഉണ്ട്. ആ മ്യൂക്കസ് മെമ്പറൈനെ നമ്മുടെ ത്രോട്ടിനെ, നമ്മുടെ തൊണ്ടയൊക്കെ ബാധിക്കുന്ന ഒരു ഡിസീസാണ് എന്ന് പറയുന്നത് ഈ ഡിഫ്തീരിയ എന്ന് പറയുന്നത്. ഡിഫ്തീരിയ, ഡിഫ്തീരിയ. അപ്പൊ ഈ ഡിഫ്തീരിയക്ക് കാരണമായ ബാക്ടീരിയയുടെ പേരെന്താ? കൊറൈനി ബാക്ടീരിയം ഡിഫ്തീരിയേ.
കൊറൈനി ബാക്ടീരിയം ഡിഫ്തീരിയെ, കൊറൈനി ബാക്ടീരിയം ഡിഫ്തീരിയെ, കൊറൈനി ബാക്ടീരിയം ഡിഫ്തീരിയെ എന്നാണ് ആ ബാക്ടീരിയയുടെ പേര്. അപ്പൊ ഇത് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ബാധിക്കുന്ന എവിടെയെന്ന് മനസ്സിലായല്ലോ, നമ്മുടെ മൂക്കിനകത്തുള്ള മ്യൂക്കസ് മെമ്പറിനെ, നമ്മുടെ ത്രോട്ടിനെയൊക്കെയാണ് ബാധിക്കുന്നത്. പിന്നീട് അത് സിവിയർ ആകുമ്പോൾ നമ്മുടെ പല അവയവങ്ങളും, നമ്മുടെ ഹാർട്ടിനെയും നമ്മുടെ കിഡ്നിയൊക്കെ ബ്രെയിനിനെയൊക്കെ ബാധിക്കാം. എന്നാലും പ്രൈമറിലി അഫക്ട് ചെയ്യുന്നത്, ആദ്യമായിട്ട് ഇത് അഫക്ട് ചെയ്യുന്നത് നമ്മുടെ മൂക്കിനുള്ളിൽ വരുന്ന മ്യൂക്കസ് മെമ്പറിനെയും നമ്മുടെ ത്രോട്ടിനെയൊക്കെ ആയിരിക്കും അഫക്ട് ചെയ്യുന്നത്. ഇതെങ്ങനെ മനസ്സിലാക്കാം? ഇതിന്റെ സിംറ്റംസ് എങ്ങനെയാണ്? ഇതിന് ഫീവർ ഉണ്ട്, സിംറ്റംസ് ആയിട്ട് നല്ല പനി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ത്രോട്ട് പെയിൻ വരും, നമുക്ക് ഭയങ്കരമായിട്ടുള്ള തൊണ്ടവേദന വരും അല്ലേ, ത്രോട്ട് പെയിൻ, നമ്മുടെ തൊണ്ടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള വേദന വരും. അതുപോലെ തന്നെ ഇവിടെ 2 ലിംബ് നോഡുകളുണ്ട് കേട്ടോ. നമ്മുടെ ത്രോട്ടിൽ എന്താണ്, 2 ഗ്ലാൻഡുകളുണ്ട്. ഗ്ലാൻഡ് അത് സ്വെള്ളനായിട്ട് ഇൻഫ്ലമേഷൻ. അപ്പൊ ഇൻഫ്ലമേഷൻ ഇൻ ദി ഗ്ലാൻഡ് ഓഫ് ത്രോട്ട്, ഗ്ലാൻഡ് ഓഫ് ത്രോട്ട് അല്ലേ. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ്? ഫീവർ ഉണ്ടാകാറുണ്ട്, ത്രോട്ട് പെയിൻ വരാറുണ്ട്, ഭയങ്കരമായിട്ടുള്ള തൊണ്ടവേദന. ഞാൻ പറഞ്ഞ ഈ ഡിസീസിന്റെ പേര് തന്നെ തൊണ്ടമുള്ളെന്നാണ് മലയാളത്തിൽ നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഞാൻ തൊണ്ടയിൽ മുള്ളിരിക്കുന്നത് പോലൊരു അനുഭവം നമുക്കുണ്ടാവും, ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും. പിന്നെ നമ്മുടെ ഇവിടെ വരുന്ന 2 ഗ്ലാൻഡുകളുണ്ട്. ഈ ഗ്ലാൻഡുകൾ അത് എപ്പോഴും നമുക്ക് അറിയാമല്ലോ, പക്ഷേ ഈ ഡിസീസ് വന്നാൽ ആ 2 ഗ്ലാൻഡുകൾ ഇങ്ങനെ വീർത്ത് വരും. നമ്മുടെ ത്രോട്ട് റീജിയനിൽ വരുന്ന 2 ഗ്രന്ഥികൾ, 2 ഗ്ലാൻഡുകൾ അതിങ്ങനെ വീർത്ത് വരാൻ സാധ്യതയുണ്ട്. ആ 2 ഗ്രന്ഥികളും വീർത്ത് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഡിസീസാണ് എന്ന് പറയുന്നത് ഈ ഡിഫ്തീരിയ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇത് പ്രൈമറിലി അഫക്ട് ചെയ്യുന്നത്, ആദ്യമായിട്ട് അഫക്ട് ചെയ്യുന്നത് നമ്മുടെ മ്യൂക്കസ് മെമ്പറിനെയും, മുക്കിനകത്തൊക്കെ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെമ്പറൈൻ, അതിനെയും ത്രോട്ടിനെയൊക്കെയാണ്, ത്രോട്ട് റീജിയന്. പിന്നീട് നമ്മുടെ ഹാർട്ടിനെ ബാധിക്കാം, കിഡ്നിയെ ബാധിക്കാം, നമ്മുടെ ബ്രെയിനിനെയൊക്കെ ബാധിക്കാം. പ്രൈമറിലി അഫക്ട് ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ സിംറ്റംസ് മറന്നുപോയി. ഫീവർ ഉണ്ടാകാറുണ്ട്, ത്രോട്ട് പെയിൻ ഉണ്ടാകുന്നുണ്ട്, എന്താണ് ഇൻഫ്ലമേഷൻ ഇൻ ദി ഗ്ലാൻഡ് ഓഫ് ത്രോട്ട്. നമ്മുടെ ഇവിടെ ഇങ്ങനെ വീർത്ത് വരാൻ സാധ്യത, തൊണ്ടയിൽ ഇവിടെ ഗ്ലാൻഡുകൾ, 2 ഗ്ലാൻഡുകൾ ഇങ്ങനെ വീർത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് ഡിഫ്തീരിയ. ഡിഫ്തീരിയ ഓക്കെ അല്ലേ? അപ്പൊ ബാക്ടീരിയയുടെ പേര് മറന്നുപോയി. കൊറൈനി ബാക്ടീരിയം ഡിഫ്തീരിയ ആണ് ഉണ്ടാക്കുന്നത്, ഡിഫ്തീരിയ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് ബാക്ടീരിയ ഉണ്ടാക്കുന്ന മറ്റൊരു ഡിസീസാണ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ട്യൂബർകുലോസിസ് അല്ലെ. മലയാളത്തിൽ നമ്മൾ എന്ത് പറയാറുണ്ട് അല്ലെ? ബാക്ടീരിയ ഉണ്ടാക്കുന്ന അടുത്തൊരു ഡിസീസാണ് ഏതാ? 3ാമത്തെ ഡിസീസാണ് നമ്മൾ പഠിക്കുന്നത്, ട്യൂബർകുലോസിസ്. ട്യൂബർകുലോസിസ് എന്ന് കേട്ടിട്ടുണ്ടോ? ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു ഡിസീസാണ് ട്യൂബർകുലോസിസ്. നമ്മൾ മലയാളത്തിൽ എന്ത് പറയാറുണ്ട്? ക്ഷയം എന്ന് പറയാറുണ്ട് അല്ലെ? ക്ഷയരോഗം, ക്ഷയരോഗം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഡിസീസിന് കാരണമായ ബാക്ടീരിയയുടെ പേരാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. മൈക്രോ എന്നില്ല, മൈക്കോ എന്നാണ് കേട്ടോ. മൈക്കോബാക്ടീരിയം 2ആയിട്ട് എഴുതണം, ഒറ്റ പേരാണ്, 2ആയിട്ട് സ്ഥലമില്ലാതുണ്ട്, ബോർഡ് സ്ഥലമില്ല. മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെയാണ് പേര് വന്നിട്ടുള്ളത്. ഈ ട്യൂബർകുലോസിസ് എന്നാണ് ആ ഡിസീസിന്റെ പേര് വന്നിട്ടുള്ളത്. അപ്പൊ ഡിസീസിന്റെ പേരെന്താണ്? ട്യൂബർകുലോസിസ്. അതിന് കാരണമായ, അതൊരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. ആ രോഗം നമുക്ക് വരുന്ന ബാക്ടീരിയ കാരണമാണ്. അപ്പൊ അതിന് കാരണമായ ബാക്ടീരിയയുടെ പേരാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. അപ്പൊ ഈ ഡിസീസ് വളരെ എന്താണ്, ഒരുപാട് പേര്, ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിരുന്ന ഒരു രോഗമാണ് എന്ന് പറയുന്നത് ഈ ട്യൂബർകുലോസിസ്. പണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, അതിന് നല്ല എന്താണ് മെഡിസിൻസ് ഒന്നും കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു സമയത്ത് ഒരുപാട് പേര് ഈ രോഗം വന്ന് ധാരാളം പേര് എന്ത് ചെയ്തിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പേര് നേരത്തെ, ഇപ്പൊ ഇതിന് നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട്, നന്നായിട്ട് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാവുന്ന രോഗമാണ് എന്ന് പറയുന്നത് ഈ ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്യൂബർകുലോസിന് കാരണമായ ബാക്ടീരിയ പേരാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. അപ്പൊ ഇതിന്റെ സിംറ്റംസ്, ഈ ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ഈ ഡിസീസിന്റെ സിംറ്റംസ്, മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണ്? ഇതിന് ഭയങ്കരമായ എന്താണ്, പേഴ്സിസ്റ്റന്റ് കഫ് എന്നാണ് പറയുന്നത്. തുടർച്ച, അതായത് സാധാരണ നമുക്കൊരു ചുമ വന്നാല് ഒരാഴ്ചയോ 2 ആഴ്ചയ്ക്കകത്ത് അതൊന്ന് മാറും. ഇത് മാസങ്ങളോളവും വർഷങ്ങളോളവും നീണ്ടിരിക്കുന്ന ഭയങ്കരമായ, അതാണ് പേഴ്സിസ്റ്റന്റ് കഫ് എന്നാണ് പറയുന്നത്. പേഴ്സിസ്റ്റന്റ് കഫ്. പേഴ്സിസ്റ്റന്റ് കഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കരമായിട്ടുള്ള ചുമ, അതായത് തുടർച്ചയായിട്ടുള്ള ചുമ എന്നാണ്. കുറെ മാസങ്ങളോളം വർഷങ്ങളോളം വരെ ചിലപ്പോൾ നീണ്ടു നിൽക്കാവുന്ന ചുമ, അതാണ് പേഴ്സിസ്റ്റന്റ്. പെട്ടെന്ന് മാറുന്നതല്ല എന്നാണ് അതിന്റെ അർത്ഥം. പേഴ്സിസ്റ്റന്റ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ചുമ. അതുപോലെ നമ്മുടെ വെയിറ്റ് ലോസ്,
നമുക്ക് എന്ത് വരും? വെയിറ്റ് ലോസ് വരും. ബോഡിക്ക് വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരത്തിന് ഭാരക്കുറവ് വരും അല്ലെ. ഈ ഡിസീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരാൻ സാധ്യതയുണ്ട്? വെയിറ്റ് ലോസ് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ശരീരം പിന്നെ എപ്പോഴും നമ്മുടെ ശരീരത്തിന് ക്ഷീണം, ഫാറ്റീഗ്, തളർച്ച എന്ന് പറയും. ഫാറ്റീഗ്, നമ്മുടെ ശരീരത്തിന് ഒരു ബലമില്ലാത്ത അവസ്ഥ, നമ്മുടെ മസിൽസിനൊന്നും ഒരു ബലമില്ലാത്ത അവസ്ഥ. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ്. ഒന്ന് പെർസിസ്റ്റന്റ് കഫ്, തുടർച്ചയായിട്ടുള്ള ചുമ എന്നാണ്. തുടർച്ചയായിട്ട് കുറെ മാസങ്ങളോളം, ചിലപ്പോൾ വർഷങ്ങളോളം പോലും നീണ്ടു നിൽക്കാവുന്ന തരത്തിലുള്ള ചുമ. അതായത് എന്താണ്? ഒരു ഡ്രൈ കഫാണ്. സാധാരണ നമ്മള് കഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? മ്യൂക്കസ് വരും, കഫം പുറത്തേക്ക് വരും. അങ്ങനെയൊന്നും വരില്ല. തുടർച്ചയായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ചുമയാണ്. രണ്ട്, വെയിറ്റ് ലോസ്. വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരഭാരം എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? വളരെയധികം കുറഞ്ഞു പോകാൻ സാധ്യത. നമ്മുടെ ശരീരത്തിന്റെ ഭാരം വളരെയധികം കുറഞ്ഞു. പിന്നെ എപ്പോഴും നമ്മുടെ ശരീരത്തിന് ഒരു ക്ഷീണമായിരിക്കും. നമുക്ക് ശരീരത്തിന് ബലമില്ലാത്തൊരവസ്ഥ ഉണ്ടാവും അല്ലെ. നമുക്ക് തന്നെ തോന്നുന്നു നമ്മുടെ ശരീരത്തിന് ബലമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ, ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ വരും. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ്. അപ്പൊ മസിൽസിനൊക്കെ ഫാറ്റീഗ് വരും. അപ്പം പെർസിസ്റ്റന്റ് കഫ്, വെയിറ്റ് ലോസ്, പിന്നെ അതുപോലെ തന്നെ ഫാറ്റീഗ്, ഇതൊക്കെയാണ് ട്യൂബർകുലോസിന്റെ മെയിൻ ആയിട്ടുള്ള ചില സിംറ്റംസ്. ഓക്കെ, അപ്പൊ ഇതിന് ഈ ട്യൂബർകുലോസിസ് ഡിസീസിന് കാരണമായ ബാക്ടീരിയയുടെ പേരാണ് ഏത്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. അപ്പൊ ഇതിനും നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട് വ്യക്തമായിട്ട്. ഇതിന് പ്രധാനപ്പെട്ട രണ്ട് ട്രീറ്റ്മെന്റ് ആണ് ട്യൂബർകുലോസിസിനുള്ളത്. ഒന്ന്, ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കണം. ബാക്ടീരിയകൾ കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഈ ആന്റിബയോട്ടിക്സ്. നമ്മൾ ചിലപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഡോക്ടർ ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട് അല്ലെ, നിർദ്ദേശിക്കാറുണ്ട്. ചിലപ്പോൾ ആന്റിബയോട്ടിക്കിന്റെ ഗുളിക നമുക്ക് തരാറുണ്ട് അല്ലെ, ടാബ്ലറ്റുകൾ തരാറുണ്ട്. എന്താണ് സംഭവം? ആന്റിബയോട്ടിക് ബാക്ടീരിയൽ രോഗങ്ങൾക്കെതിരെ, ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് എന്ത് വിളിക്കുന്നത്? ആന്റിബയോട്ടിക്സ് എന്ന് വിളിക്കുന്നത് അല്ലെ. അങ്ങനെ ഇതിന് രണ്ട് ട്രീറ്റ്മെന്റ്. ഒന്നെന്താണ്? ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെന്റ്. ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെന്റ്. അല്ലാതെ നമുക്ക് ക്ഷയരോഗം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് വാക്സിൻ എടുക്കും. നമ്മൾ കൊറോണ വരാതിരിക്കാൻ വേണ്ടി വാക്സിൻ എടുക്കുന്നത്, വാക്സിൻ എടുത്താലും വരുന്നുണ്ട്. അങ്ങനെയല്ല, ചില വാക്സിൻസ് ഉണ്ട്, അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഡിസീസേ നമുക്ക് വരില്ല. എന്നാൽ ചില വാക്സിനുകൾ എടുത്തു കഴിഞ്ഞാൽ ആ ഡിസീസ് വരുമെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തെ അധികം അത് അഫക്ട് ചെയ്യില്ല, ഡിസീസ് അഫക്ട് ചെയ്യില്ല. അങ്ങനെയുണ്ട്. അപ്പൊ ഇതിനുള്ള ഒരു വാക്സിൻ BCG എന്നാണ് ഇതിന്റെ വാക്സിന്റെ പേരാണ് BCG. അപ്പൊ നമ്മുടെ എല്ലാവർക്കും ആ വാക്സിൻ എടുത്തിട്ടുണ്ടായിരിക്കും. പലരുടെയും ശരീരത്തിന്റെ ഈ ഭാഗത്തൊക്കെ, കൈയുടെ ഈ ഭാഗത്തൊക്കെ ഒരു ചെറിയൊരു എന്താണ്, ഒരു സ്കാർ, ഒരു അടയാളമൊക്കെ ഉണ്ടായിരിക്കും ഈ വാക്സിൻ എടുത്തതിന്റെ അടയാളം അല്ലെ. അപ്പൊ BCG. അപ്പൊ പ്രധാനപ്പെട്ട രണ്ട് ട്രീറ്റ്മെന്റ്. BCG ഒരു വാക്സിൻ ആണ് കേട്ടോ, ഓർമ്മിച്ചോളണം. BCG ഒരു വാക്സിൻ ആണ്, വാക്സിൻ. ഓക്കെ, അപ്പൊ ഈ ട്യൂബർകുലോസിസ്, ക്ഷയരോഗത്തിന് പ്രധാനമായിട്ടും രണ്ട് ട്രീറ്റ്മെന്റുകളാണുള്ളത്. ഒന്ന്, കണ്ടിന്യൂസ് ആയിട്ട് എന്ത് കൊടുക്കാം? ആന്റിബയോട്ടിക്സ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഡിസീസ് മാറുന്നത് വരെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് അല്ലെങ്കിൽ ഡോക്ടർ തന്നെ ട്രീറ്റ് ചെയ്യും, ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? വളരെ സ്ലോ ഡൗൺ ചെയ്ത്, മീൻസ് ഈ ബാക്ടീരിയയുടെ ഗ്രോത്ത് നമ്മുടെ ബോഡിയിൽ കുറച്ച് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആ ഡിസീസ് മാറ്റാൻ പറ്റും, കംപ്ലീറ്റ് ആയിട്ട് മാറും. അത് ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ്. എന്നാൽ നമുക്ക് എന്ത് വരാതിരിക്കാൻ, ട്യൂബർകുലോസ് വരാതിരിക്കാനും വന്നു കഴിഞ്ഞാലും ഒക്കെ എടുക്കാവുന്ന ഒരു ഇതാണ് BCG വാക്സിൻ എന്ന് പറയും, BCG. അപ്പം ഇങ്ങനെ ഒരു വാക്സിൻ. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റുകളാണ് എന്തിനുള്ളത്? ഈ ട്യൂബർകുലോസ്. ഈ ട്യൂബർകുലോസ് ഏറ്റവും പ്രശ്നം ഞാൻ പറയാം, പ്രൈമറിലി ഇത് ലങ്സിനാണ് അഫക്ട് ചെയ്യുന്നത്, നമ്മുടെ ശ്വാസകോശത്തെ അല്ലെ. നമ്മൾ അതാണ് ഭയങ്കരമായിട്ട് ചുമയൊക്കെ വരുന്നത്. ഇത് ക്രമേണ നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗത്ത്, നമ്മുടെ ബോൺസിനെ, നമ്മുടെ എല്ലുകളെ അഫക്ട് ചെയ്യാം, നമ്മുടെ നട്ടലിനെയൊക്കെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എണീറ്റ് കിടക്കാൻ പോലും പറ്റില്ല. നമ്മുടെ ബോൺസിനെ അഫക്ട് ചെയ്യാം, നമ്മുടെ കിഡ്നി അഫക്ട് ചെയ്യാം, ചിലപ്പോൾ നമ്മുടെ ഹാർട്ടിനെ, നമ്മുടെ ബ്രെയിനിനെ, നമ്മുടെ ശരീരത്തിലെ ഏത് പാർട്ടുകളെ വേണമെങ്കിൽ അഫക്ട് ചെയ്യാം. ആദ്യം അഫക്ട് ചെയ്യുന്നത് എന്തിനായിരിക്കും? നമ്മുടെ ലങ്സിനെ ആയിരിക്കും. അതാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ചുമയും ശ്വാസം മുട്ടലും ശ്വാസതടസ്സവും ഒക്കെ ഫീൽ ചെയ്യുന്നത്. പറയാൻ മനസ്സിലായോ? അപ്പൊ ഈ ട്യൂബർകുലോസിന് പ്രധാനമായിട്ടും രണ്ട് ട്രീറ്റ്മെന്റുകളാണ്. ഒന്ന്, ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെന്റ്. അത് കുറെ പ്രാവശ്യം ഇങ്ങനെ ആന്റിബയോട്ടിക്സ് ഇങ്ങനെ ഉപയോഗിച്ച് ഈ ഡിസീസിനെ വളരെ സ്ലോ ഡൗൺ ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. അതുപോലെ BCG വാക്സിൻ, ഇതിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിന്റെ പേരാണ് BCG. രണ്ട് സ്ഥാനമാണ്. ആന്റിബയോട്ടിക്സും വാക്സിനും ഒന്നല്ല, രണ്ടാണ്. ആന്റിബയോട്ടിക്സ് വേറെ, വാക്സിൻ വേറെ. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റുകളാണ് ആർക്കുള്ളത്? ഈ ട്യൂബർകുലോസിനുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളിപ്പോ എന്താ പഠിച്ചേ? മൈക്രോ ഓർഗാനിസംസ് കാരണം നമുക്ക് വരുന്ന രോഗങ്ങൾ. അതിൽ ഏതൊക്കെ മൈക്രോ ഓർഗാനിസം? കുറെ മൈക്രോ ഓർഗാനിസം പറഞ്ഞു. ബാക്ടീരിയ പറഞ്ഞു, വൈറസ് പറഞ്ഞു, ഫംഗസ് പറഞ്ഞു, പ്രോട്ടോസോവൻസ് പറഞ്ഞു, ഫൈലേറിയൽ മോംസ് ഒക്കെ പറഞ്ഞു. അതില് നമ്മൾ ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഇപ്പൊ നോക്കിയത് അല്ലേ. പ്രധാനപ്പെട്ട 3 രോഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, റാറ്റ് ഫീവർ പഠിച്ചു, ലെപ്റ്റോസ്പൈറ എന്ന് പറഞ്ഞ ബാക്ടീരിയയാണ് ആ രോഗം ഉണ്ടാക്കുന്നത്. അതുപോലെ ഡിഫ്തീരിയ പഠിച്ചു, കൊറൈനി ബാക്ടീരിയം ഡിഫ്തീരിയാണ് ആ രോഗം ഉണ്ടാക്കുന്നത്. ആ ബാക്ടീരിയയുടെ പേര് കൊറൈനി ബാക്ടീരിയം ഡിഫ്തീരിയ. ലാസ്റ്റ് നമ്മൾ എന്ത് പഠിച്ചു? ട്യൂബർകുലോസ്. അതുണ്ടാക്കുന്ന ബാക്ടീരിയ പേരെന്താ? അത് പഠിക്കാൻ എളുപ്പമാണ്, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് എന്താണ്? ഈ ബാക്ടീരിയൽ ഡിസീസുകൾ, ആ ഡിസീസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേര്, ആ ഡിസീസ് ഉണ്ടാകുമ്പോൾ നമുക്ക് വരുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്, പിന്നെ അതിനെന്തെങ്കിലുമൊക്കെ പ്രത്യേക ട്രീറ്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ ആ ട്രീറ്റ്മെന്റ്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പഠിച്ച പോലെ ട്യൂബർകുലോസിന് എന്ത് കൊടുക്കാം? ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ചും ട്രീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ മറ്റെല്ലാ രോഗങ്ങളും, ഇപ്പൊ ഡിഫ്തീരിയ ആയാലും
ആദ്യം പറഞ്ഞ റാറ്റ് ഫീവർ ആയാലും ഇതെല്ലാം ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ്. ലാസ്റ്റ് പറഞ്ഞ ട്യൂബർകുലോസിസിന് ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിനു പുറമെ അതിനൊരു പ്രത്യേക വാക്സിനും കൂടിയുണ്ട്. ആ വാക്സിന്റെ പേരാണ് BCG വാക്സിൻ. BCG വാക്സിൻ. അപ്പം പൊതുവെ ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ച് എന്ത് രോഗത്തിനാണ് ട്രീറ്റ്മെന്റ് തരുന്നതെന്ന് ചോദിച്ചാൽ എന്തിനാണ്? ബാക്ടീരിയകൾ കാരണം ഉണ്ടാകുന്ന ഡിസീസുകൾക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ്. അപ്പൊ ലാസ്റ്റ് പഠിച്ച ക്ഷയരോഗം, അതായത് എന്താണ്, ട്യൂബർകുലോസിന് മാത്രം 2 ട്രീറ്റ്മെന്റ് പഠിച്ചു. ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെന്റ് പഠിച്ചു, അതുപോലെ തന്നെ നമ്മൾ വാക്സിനും പഠിച്ചു. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഈ 3 ഡിസീസ്, ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന ഈ 3 ഡിസീസുകളാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. റാറ്റ് ഫീവർ, ഡിഫ്തീരിയ ആൻഡ് ട്യൂബർകുലോസിസ്. ഓക്കെ അല്ലേ?